ജീവിതയാത്രയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ നാം നേടിയതെല്ലാം നേടേണ്ടതല്ലായിരുന്നെന്നും തേടിയതെല്ലാം തേടേണ്ടതല്ലായിരുന്നെന്നും നാം മനസ്സിലാക്കുന്നു. പലപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ശൂന്യമായെന്ന് നാം അറിയുന്നു. ഈശോയെ നമ്മുടെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചുകൊണ്ട് അർത്ഥപൂർണമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. അങ്ങനെ ലോകത്തിന്റെ പ്രകാശമായ ഈശോയെ മനസ്സിൽ ധ്യാനിച്ച് പ്രകാശം പരത്തുന്നവരായി നമുക്ക് ഓരോരുത്തർക്കും മാറാം. സ്വർഗീയനാഥത്തിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. കുർബാന സ്വീകരണ സമയത്ത് നാം എല്ലാവരും പള്ളിയിൽ വെച്ച് പാടിയ ഒരു ഗാനമാണ് സ്വർഗീയനാഥത്തിൽ ഇന്ന് ഞാൻ ആദ്യം ആലപിക്കുന്നത്. ഓ എൻ യേശുവേ ഓ എൻ ജീവനെ എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് ശ്രവിക്കാം.
എല്ലാവർക്കും ഒത്തിരി കേട്ട് പരിചയമുള്ളൊരു പാട്ടാണ് മെറിൻ ചേച്ചി ഇപ്പോൾ പാടി കേട്ടത്. പേഴ്സണലി എൻ്റെ ഒരു ഫേവറേറ്റ് സോങ് ആണ്. കാരണം ഈ പാട്ട് നമ്മൾ കുർബാന സ്വീകരിച്ച് വന്ന് ആ മുട്ടുമ്പോൾ നിൽക്കുമ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോൾ ഒരു സുഖം വേറെയാണ്. കാരണം സിമ്പിളായിട്ടുള്ളൊരു ഒരു പ്രാർത്ഥനയാണ്. ഈശോയെ എൻ്റെ ഹൃദയത്തിലേക്ക് നീ എഴുന്നള്ളി വരണമേ. ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ഈശോയോട് പറയുന്ന പോലെയുള്ളൊരു പ്രാർത്ഥന. അതുപോലെ തന്നെ ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട വേറൊരു കാര്യം, ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കണമെങ്കിൽ അതിനും മാത്രം നമ്മുടെ ഹൃദയം ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം, നിർമ്മലമാണോ എന്ന്. കാരണം ഈ പാട്ടിന്റെ ഒരു വരിയിൽ പറയുന്നുണ്ട്, ഈശോ എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു കഴിയുമ്പോൾ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും, രോഗങ്ങളായിക്കോട്ടെ നമ്മുടെ പ്രശ്നങ്ങളായിക്കോട്ടെ, എല്ലാം മാറിപ്പോകും എന്ന് ഈ പാട്ടിൽ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാട്ടിൽ കേട്ടതുപോലെ തന്നെ ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് നമ്മുടെ ഹൃദയം സ്നേഹം കൊണ്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വർഗീയനാഥത്തിലെ അടുത്ത ഗാനത്തിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ന് ഞാൻ പാടുന്ന ഗാനം യേശുനാഥ ദൈവാത്മജ എന്ന ഗാനമാണ്. എന്റെ ഉള്ളിലേക്ക് യേശുവെ നീ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗാനം നമുക്ക് ശ്രവിക്കാം. ദാഹാർത്തരായിവർ വന്നിടുന്നു, ദിവ്യപ്രകാശത്തിൻ കേദാരമേ, നവ്യപ്രകാശം ചൊരിയൂ. യേശുനാഥ ദൈവാത്മജ, ദാഹാർത്തരായിവർ വന്നിടുന്നു, ദിവ്യപ്രകാശത്തിൻ കേദാരമേ, നവ്യപ്രകാശം ചൊരിയൂ. എന്നുള്ളിൽ വാഴണമേ, നവ്യപ്രകാശം ചൊരിയണമേ, എന്നുള്ളിൽ വാഴണമേ, നവ്യപ്രകാശം ചൊരിയണമേ. ഹൃദയം നിറഞ്ഞ ശരണവുമായി തിരുമുൻപിൽ വന്നിടുന്നു, ഹൃദയം നിറഞ്ഞ ശരണവുമായി തിരുമുൻപിൽ വന്നിടുന്നു, തിരുമുഖകാന്തിയിൽ മുങ്ങുവാനാ നിന്നിടുന്നു നിന്റെ പാതേ, തിരുമുഖകാന്തിയിൽ മുങ്ങുവാനായി നിന്നിടുന്നു നിന്റെ പാതേ. എന്നുള്ളിൽ വാഴണമേ, നവ്യപ്രകാശം ചൊരിയണമേ, എന്നുള്ളിൽ വാഴണമേ, നവ്യപ്രകാശം ചൊരിയണമേ.
മനുജനു വാസന്ത കാന്തിയായി കൂരിരുൾ മാറ്റി വരമരുളൂ മനുജനു വാസന്ത കാന്തിയായി ഇരുൾ മൂടും ലോകത്തിൽ വലയുമ്പോ അഭയം നീ നൽകണേ നാഥാ ഇരുൾ മൂടും ലോകത്തിൽ വലയുമ്പോ അഭയം നീ നൽകണേ നാഥാ യേശുനാഥ ദൈവാത്മജാ ദാഹാർത്തരായിവർ വന്നിടുന്നു ദിവ്യപ്രകാശത്തിൻ കേദാരമേ നവ്യപ്രകാശം ചൊരിയൂ എന്നുള്ളിൽ വാഴണമേ നവ്യപ്രകാശം ചൊരിയണമേ എന്നുള്ളിൽ വാഴണമേ നവ്യപ്രകാശം ചൊരിയണമേ. ദിവ്യപ്രകാശമായ ഈശോയെ എന്റെ ഉള്ളിലേക്ക് കടന്നു വരണമേ എന്നുള്ള ഒരു വളരെ മനോഹരമായ പ്രാർത്ഥനയായിരുന്നു ഈ ഒരു ഗാനത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചത്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഗാനം നമ്മൾ ഒന്നിച്ചു പാടിയ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ, ആ ഒരു ഗാനത്തിലൂടെ നമ്മുടെ മനസ്സിനെ നിർമ്മലമാക്കിക്കൊണ്ട് രണ്ടാമത്തെ ഗാനം ഞാൻ പാടിയ പാട്ട് ആദിയും വ്യാധിയും ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെ ആദിയും വ്യാധിയും ഒരു നിർമ്മലമായ മനസ്സോടുകൂടി ഈശോയുടെ മുന്നിലേക്ക് സമർപ്പിച്ചാൽ അത് ഈശോ പൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ട് സ്നേഹത്തിന്റെ തൈലം പൂശി നമ്മളെ ഓരോരുത്തരെയും സൗഖ്യപ്പെടുത്തുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കാം. ഈശോയിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ പൂർണ്ണമായി സ്നേഹിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം, അർത്ഥപൂർണമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. സ്വർഗീയനാഥത്തിലെ അടുത്ത ഗാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വളരെ പഴയ ഒരു പാട്ടാണ് ഞാൻ ഇന്ന് അടുത്തതായിട്ട് പാടാൻ പോകുന്നത്. ഒരുപക്ഷെ അധികം ആരും കേട്ടിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഈ പാട്ട് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഒരു പാട്ടാണ്. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ എന്നുള്ളത് ഒരു പ്രാർത്ഥനയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യമായാലും എന്റെ ഇഷ്ടമല്ല, ദൈവത്തിന്റെ ഇഷ്ടം എന്താണ് എന്ന് ആദ്യം അന്വേഷിച്ച് അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാം എന്നൊരു നല്ല മെസ്സേജ് തരുന്ന ഒരു പാട്ടാണ്. ഈ ഒരു ഗാനം നമുക്ക് സ്വർഗീയനാഥത്തിലൂടെ കേൾക്കാം. നിന്റെ ഹിതം
കാരണം ഈ ഗാനം കേട്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് യേശുവിന്റെ ഗെത്സമേനിലെ പ്രാർത്ഥനയാണ്. അന്ന് യേശുവും ഇതുപോലെ തന്നെ പിതാവേ അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ നമ്മളും നമ്മുടെ ജീവിതത്തിലുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും യേശുവിന്റെ പക്കൽ അർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ദൈവത്തോട് അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് നമുക്ക് നിത്യവും പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഷെഫിൻ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ബൈബിളിലെ ഒരു കാര്യം കൂടി ഓർമ്മ വന്നു. ദൈവത്തിന്റെ സന്ദേശത്തിനോട് ആമേൻ പറഞ്ഞ പരിശുദ്ധ കന്യകാമറിയം ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയുടെ കൽപ്പനകൾ തന്റെ ജീവിതത്തിൽ എന്താ പറയാ ഒരു മടിയും കൂടാതെ സ്വീകരിച്ച പരിശുദ്ധ അമ്മയെ കൂടി നമുക്ക് ഈ ഒരു നിമിഷം ധ്യാനിക്കാം. അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് മാതൃകാപരമായ അർത്ഥപൂർണമായ ഈശോയിൽ അടിയുറച്ചുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർഗീയനാദം ഇവിടെ പൂർണ്ണമാകുന്നു. ക്രിസ്തീയ ഗാനങ്ങളുടെ ഒരു നല്ല ശേഖരവുമായി ഇനി അടുത്ത ആഴ്ച കാണാം. ദൈവത്തിന് സ്തുതി.